അപ്പോൾ ആദ്യം ഓരാടംപാലം ആനത്തുമംഗലം ആ റോഡ് വരണം എന്നുള്ളതാണ് പെരിന്തൽമണ്ണയിലെ സംഘടനക്കല്ല, ഇവിടുത്തെ വ്യാപാരികൾ പറയണതല്ലേ സംഘടന പറയും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിച്ച ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ. ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിൽ പദ്ധതി വൈകിക്കരുതെന്നും വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ പട്ടണത്തിലെയും അങ്ങാടിപ്പുറത്തെയും രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി നിർദ്ദേശിച്ചിട്ടുള്ളത്. വർഷങ്ങളായി തുടരുന്ന ഗതാഗത കുരുക്ക് പെരിന്തൽമണ്ണയിലെ വ്യാപാര മേഖലയെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളും പൊതുജനങ്ങളും ഗതാഗത കുരുക്ക് മൂലം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കേരള സർക്കാരിന്റെ കന്നി ബജറ്റിൽ തന്നെ പദ്ധതിക്കായി 10 കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി മങ്കട MLA മഞ്ഞളാംകുഴി അലി നിർദ്ദേശിച്ച വയലോങ്ങര ചോലംകുന്ന് ബൈപ്പാസ് പദ്ധതിയും പ്രാധാന്യമുള്ളതാണെന്നും വ്യാപാരികൾ പറയുന്നു. എന്നാൽ പെരിന്തൽമണ്ണയുടെ നിലവിലെ ഗതാഗത പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് പ്രഥമ പരിഗണന നൽകണമെന്നാണ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നിലപാട്. വയലോങ്ങര ചോലംകുന്ന് ബൈപ്പാസ് പദ്ധതിക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ എതിരല്ലെന്നും പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ 2 പദ്ധതികളും ആവശ്യമാണെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ഒരു മനുഷ്യൻ പെരിന്തൽമണ്ണക്ക് വരുമ്പോൾ അങ്ങാടിപ്പുറത്ത് കൂടി പോരണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ 2-3 പ്രാവശ്യം ആലോചിക്കും ആ പരിപാടിക്ക് പോണ്ടേ. കാരണം അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കൊക്കെ ഓരോരുത്തർക്കും പറയേണ്ട ആവശ്യമില്ല, ദിവസം അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് നമ്മളുടെ MLA മഞ്ഞളാംകുഴി അലി സാഹിബും നജീബ് കാന്തപുരവും പരിശ്രമിക്കുന്നുണ്ട്. അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം PWD മിനിസ്റ്ററെ അഭിപ്രായ പ്രകാരം നമ്മളവിടെ അത് പെട്ടെന്ന് നടപ്പാവും എന്നുള്ളതാണ്. അതായത് LNT ഇപ്പോൾ ബാംഗ്ലൂരും കോയമ്പത്തൂരൊക്കെ അവർ ഉണ്ടാക്കിയിട്ട് BOT അടിസ്ഥാനത്തിൽ പൈസ പിരിക്കും. എന്നിട്ട് അവർക്ക് 15 കൊല്ലമോ എന്തെങ്കിലും എഗ്രിമെൻ്റ് ചെയ്തിട്ട് അവരാ പൈസ എത്രയാണ് എഗ്രിമെൻ്റ് വെച്ചാൽ അതുവരെ അവർ നടത്തും. ആ രൂപത്തിലല്ലാതെ ഗവൺമെൻറ്റിൽ നിന്നിപ്പോൾ പെട്ടെന്ന് വലിയൊരു സംഖ്യ എടുക്കണമെങ്കിൽ കഴിയില്ല. അപ്പോൾ അത് പെട്ടെന്ന് വേണമെന്നുള്ളത് ഇപ്പോഴത്തെ ഈ 2 ആൾക്കും ആവശ്യമാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ചിലവർ പറയുന്നുണ്ട് അവിടെ മഞ്ഞളാംകുഴി വലിയ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഒരു പ്ലാൻ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം 2 പ്ലാനും വേണം ഇവിടെ. പെരിന്തൽമണ്ണയുടെ വ്യാപാര വളർച്ചയിൽ മാനത്തുമംഗലം ഓരാടം പാലം റോഡിന് നിർണായക പങ്കുണ്ട്. വ്യാപാര സാധ്യതകൾ കണക്കിലെടുത്ത് സർവേ നടത്തിയാണ് നിരവധി സ്ഥാപനങ്ങളും വ്യാപാരികളും പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ നിലവിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പുതിയ ഉപഭോക്താക്കളെ നഗരത്തിലേക്ക് എത്തുന്നതിൽ പോലും പിന്നോട്ടടുപ്പിക്കുന്ന സാഹചര്യമുണ്ടെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. അതേസമയം ബൈപ്പാസ് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പെരിന്തൽമണ്ണ നഗരത്തിന്റെ നിലവിലെ വികസന ഘടനയും വ്യാപാര മേഖലയെയും പരിഗണിക്കണമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണയുടെ ഗതാഗത കുരുക്ക് പോകണമെങ്കിൽ ഒന്നുകൊണ്ട് മാത്രം തീരില്ല, 2ഉം വേണം. പക്ഷേ പെരിന്തൽമണ്ണ വികസിച്ചിട്ടുള്ളത് മാനത്തുമംഗലം ഓരാടം പാലം റോഡ് ബേസ് ചെയ്തും കൊണ്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ടൗണുകളൊക്കെ വികസിച്ചിട്ടുള്ളതും ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ്റിനും എല്ലാം വിശ്വസിച്ചിട്ട് കാശ് മുടക്കിയിട്ടുള്ളൂ. അത് പിന്നെ വേറൊരു ഭാഗത്തു കൂടി ആദ്യം വന്നാൽ അത് പെരിന്തൽമണ്ണക്ക് ദോഷം ചെയ്യും, പെരിന്തൽമണ്ണ വ്യാപാരികൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ ആദ്യം ഓരാടം പാലം ആനത്തുമംഗലം ആ റോഡ് വരണം എന്നുള്ളതാണ് പെരിന്തൽമണ്ണയിലെ സംഘടനക്കല്ല, ഇവിടുത്തെ വ്യാപാരികൾ പറയണതല്ലേ സംഘടന പറയും. ബൈപ്പാസ് പദ്ധതികൾ വരുന്നത് പെരിന്തൽമണ്ണയുടെ വികസനത്തിനും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതിനും സർക്കാർ, നഗരസഭ എന്നിവയ്ക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനും സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇവിടുത്തെ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഞങ്ങൾ ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെയും ആവശ്യം ആദ്യം ഇത് വന്നോട്ടെ, മറ്റതും വന്നോട്ടെ. വന്നാൽ നമുക്ക് അധികാവില്ല. അത്രയും വികസനവും അത്രയും തൊഴിലും അത്രയും ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിക്ക് വരുമാനം അത്രയും ബിൽഡിങ്ങുകളും വരികയല്ലേ. അപ്പോൾ അത് വരുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ 2ഉം വരണം എന്നുള്ള അഭിപ്രായമാണ്. അതും കൂടെ അറിയിക്കാനാണ്.
ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ ഓരാണം പാലം മാനത്തമംഗലം ബൈപ്പാസിന് അടിയന്തിരമായി തുടക്കം കുറിക്കണമെന്നാണ് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആവശ്യം. വൈലോങ്ങര ചോലംകുന്ന് ബൈപ്പാസ് പദ്ധതിയും യാഥാർത്ഥ്യമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ട്. 2 പദ്ധതികളും നടപ്പാകുന്നതോടെ പെരിന്തൽമണ്ണയുടെ ഗതാഗതക്കുരുക്കിനും വികസന തടസ്സങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.